വേനൽക്കാലം ആയിരുന്നു. സ്കൂൾ അവധി. അപ്പച്ചനോടൊപ്പം ഞങ്ങൾ ഗ്രാമത്തിൽ കയറി. അപ്പച്ചന്റെ പഴയ തറവാടാണ് പോയത്. വലിയതും പണികഴിയാത്തതും ആയിരുന്ന വീടും. പാതിരാത്രിയായിരുന്നു. കനത്ത കാറ്റ് വീശുന്നു. പുകയെടുത്ത പുലർച്ചെ മഞ്ഞ് പോലെ തണുപ്പ്. അച്ഛാ, ഒരാൾ നടന്നു പോകുന്നത് കണ്ടേ? ഞാൻ അലക്ഷ്യമായി ചോദിച്ചു. അപ്പച്ചൻ കണ്ണ് ചിമ്മി നോക്കി. ഇവിടെ ആരായിരിക്കും ഈ സമയത്ത്? വേഗത്തിൽ കിടക്കയിലേക്ക് ഓടി. കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഹാൾ വഴി കടന്നുപോകുന്നത് കേൾക്കാം. കുതിര കുതിക്കുന്ന പോലെ കാലടി ശബ്ദം. ഉറപ്പായും മനുഷ്യൻ അല്ല. പിന്നെ ശബ്ദം നിലച്ചു. തൊട്ടടുത്ത കിടക്കയിൽ അപ്പച്ചൻ ഉറങ്ങുന്നു എന്ന് ഞാൻ കരുതി. ശബ്ദം കേട്ടു. വേണ്ട, അവർ വന്നിട്ടുണ്ട്. ഞാൻ ചിതറി. അച്ഛാ, എനിക്ക് പേടിയാകുന്നു. ഞാൻ ഒച്ച വിളിച്ചു. അപ്പച്ചൻ ഉറങ്ങുകയാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ എണീക്കുമ്പോൾ ഹാൾ വശത്തുനിന്ന് കരയുന്ന ശബ്ദം. സ്ത്രീയുടേതുപോലെ. പിന്നെ ഉച്ചത്തിൽ ചിരി. ഒട്ടും മനുഷ്യൻ ചിരിക്കാത്ത ചിരി. വാതിൽ തുറക്കാൻ ഞാൻ സമീപിച്ചപ്പോൾ ശീതളക്കാറ്റ്. പിന്നെ കറുത്ത നിലാവ്. ഒരു രൂപം വാതിലിന് പിറകിൽ. വിരലുകൾക്ക് തൊട്ടുയർന്നിരിക്കുന്നു. കറുത്ത വസ്ത്രം, കണ്ണുകൾ ഇല്ല. ശബ്ദം. ഇവൻ വരും. വീട് അവനാണ്. ഞാൻ നിലവിളിച്ചു. അപ്പച്ചൻ കണ്ണു തുറന്നില്ല. വാതിൽ അടച്ചുപൂട്ടി. ഞാൻ അപ്പച്ചന്റെ കിടക്കയിലേക്ക് ഓടി. അപ്പോൾ ആണ് കണ്ടത്. അപ്പച്ചന്റെ കണ്ണ് തുറന്നു. പക്ഷേ കണ്ണില്ല, മുഖം വെളുത്തത്. അവൻ പറഞ്ഞു, ഞാൻ ആകെയാണ്. എനിക്ക് കത്തിനാവില്ല. പനി കയറി. പിന്നെ ഓർമ്മയില്ല. അവധിക്കാലം പിന്നീടൊരിക്കലും എനിക്ക് ഇഷ്ടമായിട്ടില്ല.